അമേരിക്ക മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളിൽ ഒട്ടുമുക്കാൽ പേരും കൊടും ഭീകരരായി കാണുന്ന IS-നെ കുറിച്ചുള്ള വാർത്തകൾ അടുത്ത കാലത്തായി അങ്ങനെ പുറത്തു വരാറില്ലായിരുന്നു. നേതാക്കളിൽ ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടു. അവശേഷിക്കുന്ന നേതാക്കൾക്ക് സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ലെന്ന വിലയിരുത്തലിലായിരുന്നു ലോകം. എന്നാൽ ഇറാഖിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് ഇവർ ഓപ്പറേഷനുകൾ പ്ലാൻ ചെയ്യുകയും മറ്റൊരു കൂട്ടക്കുരുതിക്ക് തയ്യാറെടുക്കുകയുമായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഈ വിവരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചറിഞ്ഞുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. പിന്നാലെ IS സംഘത്തിലെ മോസ്റ്റ് ഡേഞ്ചറസ് ആയ, ഇന്ന് സംഘത്തെ നയിക്കുന്ന അബു ഖദീജയെ വധിച്ചുവെന്ന വാർത്തകൾ പുറത്തുവരികയാണ്. ഒരുപക്ഷെ ലോക ഭീകരൻ ഒസാമ ബിൻ ലാദനേക്കാൾ അപകടകാരിയും രക്തത്തിൽ കുളിക്കുന്നവനുമെന്നാണ് അബുവിനെ അമേരിക്ക വിലയിരുത്തുന്നത്. ട്രംപ് ലോകത്ത് ഏറ്റവും വെറുക്കുന്ന ഭീകര സംഘടനയാണിത്. ഈ സംഘത്തെ മുച്ചൂടും മുടിക്കുന്നതിനുള്ള നീക്കങ്ങൾ തെരഞ്ഞെടുപ്പ് എത്തുന്നതിന് മുമ്പ് തന്നെ ട്രംപ് ആസൂത്രണം ചെയ്തിരുന്നുവെന്നാണ് സൂചന. മാത്രമല്ല, നേതാവായ അബു ഖദീജ എന്ന അബ്ദുള്ള മക്കി മുസ്ലേഹ് അൽ റിഫായ് ലോകത്തിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അപകടകാരിയായ ഭീകരിൽ ഒരാളാണെന്നാണ് അറിയപ്പെടുന്നത്. ഇറാഖ് US സംയുക്ത ഓപ്പറേഷനിലാണ് അബു ഖദീജ കൊല്ലപ്പെട്ടത് എന്ന് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാഖിലെ തീവ്രവാദി ഗ്രൂപ്പിനെതിരായ പോരാട്ടത്തിലെ സുപ്രധാന ഓപ്പറേഷനാണ് ഈ വിജയമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. മേഖലയിലുടനീളം ആക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും IS-നായി പോരാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിലും അബു ഖദീജ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും കരുതുന്നു. ഇറാഖിലും സിറിയയിലുമുള്ള IS ഗ്രൂപ്പിന്റെ നേതൃത്വത്തിനും പ്രവർത്തനത്തിനും വലിയ തിരിച്ചടിയാണ് അദ്ദേഹത്തിന്റെ മരണം. 2023 US ഉപരോധങ്ങൾ അബു ഖദീജയെ ലക്ഷ്യം വച്ചിരുന്നുവെന്നും അദ്ദേഹം IS-ന്റെ സിറിയൻ, ഇറാഖി പ്രവിശ്യകളുടെ ഗവർണറായിരുന്നുവെന്നും ഇറാഖ് പ്രധാനമന്ത്രി പറഞ്ഞു. ഖലീഫ എന്നറിയപ്പെടുന്ന IS-ന്റെ ആഗോള നേതാവിന്റെ സ്ഥാനത്തേക്ക് സാധ്യതയുള്ള നേതാവായാണ് ഖദീജയെ നേരത്തെ പരിഗണിച്ചിരുന്നത്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ വധം മേഖലയിലെ IS-ന്റെ പ്രവർത്തനങ്ങൾക്ക് കനത്ത തിരിച്ചടിയെ മാറും എന്നുറപ്പാണ്. സിറിയയിലെയും ഇറാഖിലെയും ലക്ഷക്കണക്കിന് ആളുകളുടെ മേൽ വർഷങ്ങളായി ഇസ്ലാമിക് സ്റ്റേറ്റ് കടുത്ത ഇസ്ലാമിക ഭരണം അടിച്ചേൽപ്പിക്കുകയും മിഡിൽ ഈസ്റ്റ്, പശ്ചിമേഷ്യ, ഏഷ്യ എന്നിവിടങ്ങളിൽ ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുകയും ചെയ്തിരുന്നുവെന്ന് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുൻ ഇസ്ലാമിക് സ്റ്റേറ്റ് നേതാവ് അബൂബക്കർ അൽ ബാഗ്ദാദി 2014 ഇറാഖിലെയും സിറിയയിലെയും ഒരു ഭാഗം ഖിലാഫത്തായി പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെ 2019 വടക്കു പടിഞ്ഞാറൻ സിറിയയിൽ US പ്രത്യേക സേന നടത്തിയ റെയ്ഡിൽ അദ്ദേഹം കൊല്ലപ്പെടുകയും സംഘം തകരുകയുമായിരുന്നു. ഇന്ത്യ അടക്കം ഭീകരപട്ടികയിൽ ഉൾപ്പെടുത്തിയ സംഘമാണ് IS. 2014 ഇന്ത്യൻ നഴ്സുമാരെ IS ഭീകരർ തട്ടിക്കൊണ്ടുപോയ വാർത്ത ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. മലയാളികൾ ഉൾപ്പെടെയുള്ള 46 നഴ്സുമാരെ 23 ദിവസമാണ് IS-കാർ ബന്ദികളാക്കിയത്. വിവരം അറിഞ്ഞ ഉടൻ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി സംസാരിക്കുകയും ബന്ദികളെ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചെത്തിക്കുകയും ചെയ്തിരുന്നു.